സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്ത സൺകുനൂറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ ചീക്ക് കോണ്യൂർ എന്ന പക്ഷിയെക്കുറിച്ചാണ്. സൗത്ത് അമേരിക്ക, ബ്രസീൽ, അർജൻറ്റീന, പരാഗ്വേ എന്ന സ്ഥലങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ പക്ഷികൾ ഇന്ന് നമ്മളെ ഇന്ത്യക്കാരുടെയും ലോകമെമ്പാടുമുള്ള എല്ലാ ഏവിയറികളിലും കണ്ടുവരുന്ന ഒരു പക്ഷികളാണ്. സാധാരണക്കാരായ തുടക്കക്കാർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു കോണ്യൂർ വിഭാഗം എന്നുകൂടി ഈ പക്ഷികളെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതിൽ എന്താണെന്ന് കാരണം ചോദിച്ചാൽ, പെട്ടെന്ന് ഇതിൻ്റെ ബ്രീഡിങ് വളരെ സിമ്പിളാണ്, പിന്നെ വളർത്താനും സുഖകരമാണ്. ഫുഡുകൾ, സീഡ് മിക്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എല്ലാവിധ ഭക്ഷണങ്ങളും കഴിക്കുന്നത്. ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ഇടയിൽ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. 4 മുതൽ 7 എഗ്ഗ് വരെ വെക്കാറുണ്ട്. അതിൽ മിക്കവാറും എഗ്ഗുകളും റിസൾട്ട് കിട്ടും. എൻ്റെ ഏവിയറിൽ കഴിഞ്ഞ തവണ എനിക്ക് 7 കുഞ്ഞ് വരെ ഒരു പേരൻസിന് കിട്ടിയിട്ടുണ്ട് ഈ പെയറിൽ. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അനുസരിച്ച് 8000 രൂപ മുതൽ ബ്രീഡിംഗ് പെയറിന് 13-14 രൂപ വരെയാണ് ഇതിൻ്റെ മാർക്കറ്റ് പോകുന്നത്. ഒരു സീസണിൽ 3 മുതൽ 5 വരെ പീരീഡിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 26 സെൻറ്റി 28 സെൻറ്റി നീളവും 80-100 ഗ്രാം വരും ഈ പക്ഷികൾക്ക്. പച്ച ചിറകുകളും അതിൻ്റെ ഫ്ലൈയിങ് വിങ്സിൽ നീല കളറ്, സൈഡ് വിങ്സിൽ നീല കളറുമാണ് കണ്ടുവരുന്നത്. കണ്ണിന് ചുറ്റും വൈറ്റ് റിങ്ങുകളും ഈ പക്ഷികൾക്കുണ്ടാവും. മെറൂൺ ടൈല് വാലുകളാണ് വരാറുള്ളത് ഗ്രീൻ ചീക്ക് കോണ്യൂറിന്. കുഞ്ഞുങ്ങളെ നമ്മൾ ടേം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ അണങ്ങുന്ന ഒരു ഇനം പക്ഷികളാണ്. 4 മുതൽ 7 മുട്ട വരെ ഇടുന്നതിൽ ഏകദേശം എല്ലാ മുട്ടകളും വിരിയാറുണ്ട്. 23 മുതൽ 25 ദിവസം വരെയാണ് വിരിയാനുള്ള സമയം വരുന്നത്. ഒരു 10 ദിവസം ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് 20ാമത്തെ ദിവസം മുതൽ നമുക്ക് ഏവിയറിയിലാണെങ്കിൽ ക്ലോസ് റിങ് ഇടാൻ കഴിയും. അതിനുശേഷം നമ്മൾ ആൺഫീഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 20-35 ദിവസം ആകുമ്പോൾ എടുക്കുകയാണ് ബെറ്റർ. ആ സമയങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ മനുഷ്യന്മാരായിട്ട് നല്ല പോലെ ഇണങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് ഫെദറൊക്കെ വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് പാരൻസിനെ കണ്ട് പരിചയമാവുകയും നമ്മൾ അതിനെ പരിപാലിക്കുമ്പോൾ അതിൻ്റെ പേടി നമ്മളിൽ നിന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയുന്നതും ഒരു പിൻ ഫെദർ വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നമുക്ക് എടുക്കാൻ ബെറ്റർ. അപ്പം അത് നമ്മളോട്ട് നല്ലപോലെ ഇണങ്ങും. ഇപ്പം ഈ ഗ്രീൻ ചീക്ക് കോണ്യൂറിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേമഡായ ഇണങ്ങിയ പക്ഷികളെ ഒരുപാട് ആൾക്കാർ കൗതുകത്തോടെ വളർത്തുന്നതായി കാണാം. ഇണങ്ങിയ പക്ഷികളുടെ ആവശ്യക്കാർ ഇന്ന് ധാരാളമായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളും പക്ഷി കുഞ്ഞുങ്ങളെ ഇണക്കിയാണ് കൊടുക്കാറുള്ളത്. നമ്മൾ മനുഷ്യന്മാരായിട്ട് ഇണങ്ങിയ പക്ഷികളെ ബ്രീഡ് ചെയ്യിപ്പിക്കണം ഒന്നുകൂടി ബെറ്ററാണ്. ഇതിൻ്റെ ബ്രീഡിംഗ് ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16 ഇഞ്ച് ഹൈറ്റും 9 ഇഞ്ച് സ്ക്വയറിലുമാണ് ചെയ്യേണ്ടത്. ഉള്ളിൽ ലാഡർ, നമ്മൾ പക്ഷികൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള ലാഡർ അടിക്കുമ്പോൾ വാളിൽ നിന്ന് കുറച്ച് ഒരു റീപ്പർ വെച്ചിട്ട് വേണം അടിക്കാൻ, ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ. അതേപോലെ താഴത്തുനിന്ന് പക്ഷി കുഞ്ഞുങ്ങൾക്ക് കടിച്ചു തൂങ്ങി കയറാൻ കഴിയാത്ത വിധം കുറച്ച് പൊക്കിയിട്ട് വേണം ലാഡർ അടിക്കാൻ. അല്ല എങ്കിൽ പക്ഷി കുഞ്ഞുങ്ങൾ ഇതേപോലെ മുകളിലേക്ക് പാരൻസ് ഫുഡുമായി വരുന്ന സമയങ്ങളിൽ ഒരു 35-40 ദിവസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ ലാഡറിലൂടെ കയറി മുകളിൽ വന്നിട്ട് താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം ലാഡർ ഒരു കാരണവശാലും ഫ്ലോറൊന്നും അടിക്കരുത്. കുറച്ച് ഹൈറ്റ് കൂടിയ ലാഡർ വേണം. നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ബോക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബോക്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഡർ താഴത്തെ ഫ്ലോറിൽ നിന്ന് തുടങ്ങുന്നതാണോ ഉള്ളത്. ഇവരുടെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ധാന്യങ്ങൾ ആണ് മെയിനായിട്ട് ഇവർ കഴിക്കുന്നത്. നല്ലപോലെ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, വെജിറ്റബിൾ, എഗ് ഫുഡ്, ഡ്രൈ ഫുഡ്, സീഡ് മിക്സ് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം കഴിക്കും. സാധാരണ ഏവിയറികളിൽ കൊടുക്കുന്നത് രാവിലെ മോർണിംഗ് മുളപ്പിച്ച ധാന്യങ്ങൾ രാവിലെ കൊടുക്കുക. അതൊരു 12 മണി 1 മണിയാകുമ്പോഴേക്കും ഏകദേശം അവർ കഴിക്കും. അധികമായിട്ട് ഫുഡ് കേജിൽ വെക്കരുത്. ഒരു പെയറിന് നമ്മൾ അവർക്ക് കഴിക്കാൻ ഒരു ഉച്ച വരെ കഴിക്കാനുള്ള ഫുഡ് അതിൽ കരുതാവുള്ളൂ. അതിനുശേഷം കുറച്ച് വെജിറ്റബിളോ ഫ്രൂട്ട്സോ നമുക്ക് ഉച്ച സമയങ്ങളിൽ നൽകാം. അതിനുശേഷം വൈകുന്നേര സമയങ്ങളിൽ ഡ്രൈ ഫുഡായിട്ട് നമുക്ക് സീഡ് മിക്സോ അങ്ങനെയുള്ള സൺഫ്ലവർ സീഡോ സഫോള സീഡോ അങ്ങനെയുള്ള സീഡുകൾ നൽകുക. അങ്ങനെയാണ് ബേർഡിൻ്റെ ഫുഡ് ക്രമീകരണങ്ങൾ വരുന്നത്. വെള്ളം എപ്പോഴും കൂടുതൽ നിർബന്ധമായിട്ടും ഫുൾ ടൈം നമ്മൾ കരുതി വെക്കണം. ഉച്ച സമയങ്ങളിൽ ഈ പക്ഷികൾ കുളിക്കുന്ന പക്ഷികളാണ്, വെള്ളം വെച്ച് കൊടുക്കണം കുളിക്കാൻ വേണ്ടി. ഈ പക്ഷികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ അടകടന്നിട്ട് ഇതേപോലെ 7 എഗ്ഗ് ഉണ്ടെങ്കിൽ ആ 7 എഗ്ഗും അല്ലെങ്കിൽ മൊത്തം കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിറക്കാറുണ്ട്. മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളെ ഒരുപോലെ പരിപാലിക്കാറുണ്ട്. അത് കാരണം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും
റിസൾട്ടോട് കൂടി കിട്ടും. മെയിലും ഫീമെയിലും നല്ലപോലെ പരിപാലിച്ചിട്ട് നല്ലപോലെ കെയർ ചെയ്യുന്നൊരു പക്ഷികളാണ് ഇവർക്കുള്ള ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കുറച്ച് വയലൻ്റ് ആയിരിക്കും കിളികൾ. തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ഗേജിൽ കിളികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ പോയി കടിക്കാനോ അവരെ കൊത്താനൊക്കെ അവർ ശ്രമിക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യം കൊണ്ടും ബെറ്ററാണ്. ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങി വരാൻ പറ്റിയ കൂണൂർ ഫാമിലിയിൽ തുടങ്ങാൻ പറ്റിയ ഒരു പക്ഷിയാണ് ഗ്രീൻ ചീക്ക് കൂണൂർ. ഈ ഗ്രീൻ ചീക്ക് കൂണൂറിൻ്റെ പലതരം കളർ മ്യൂട്ടേഷനുകളും ഇന്ന് ഉണ്ട്. അതിൽ യെല്ലോ ഷെയ്ഡഡ് ഉണ്ട്, സിനമൺ കോണിയൂറുണ്ട്, പൈനാപ്പിൾ കോണിയൂറുണ്ട്. ഇതേപോലെ ഇതിൻ്റെ ബ്ലൂ മ്യൂട്ടേഷനുകളുണ്ട്. ബ്ലൂ ഗ്രീൻ ചീക്ക്, ബ്ലൂ യെല്ലോ ഷെയ്ഡഡ്, ബ്ലൂ സിനമൺ കോണിയൂർ, ബ്ലൂ പൈനാപ്പിൾ കോണിയൂർ, അങ്ങനെ ഇതിൻ്റെ ബ്ലൂ സീരീസിലും ഇന്നിവിടെ ലഭ്യമാണ്. ഇതിൻ്റെ ആൻഫീഡ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മാർക്കറ്റ് പറയുന്നത് 3000 രൂപയ്ക്കാണ് ഒരു ആൻഫീഡ് കുഞ്ഞിൻ്റെ മാർക്കറ്റ് വരുന്നത്. അത് DNA ഉള്ള പെയറാണെങ്കിൽ 1000 രൂപയാണ് കുഞ്ഞിൻ്റെ വില. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം എൻ്റെ സ്വന്തം അറിവിൽ വരുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക.